വിജിലൻസ് കേസിലെ പരാതിക്കാരൻ്റെ ECIR വിവരങ്ങൾ ആവശ്യപ്പെട്ട് EDക്ക് വീണ്ടും കത്ത് കൊടുത്തു വിജിലൻസ്. കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ രണ്ടാമതും കത്ത് കൊടുത്തത്. ED അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്ന വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കേസിലെ ഒന്നാം പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർകുമാറിൻ്റെ അറസ്റ്റ് ഇന്ന് ഹൈക്കോടതി തടഞ്ഞു. 11-ാം തീയതി വരെയാണ് കോടതി ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. വിജിലൻസ് കേസിലെ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരെ ED ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കത്ത് നൽകിയത്. ആദ്യം നൽകിയ കത്തിൽ ED അനുകൂല നിലപാട് സ്വീകരിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ED ഓഫീസിൽ നേരിട്ടെത്തി വിജിലൻസ് ഉദ്യോഗസ്ഥർ വീണ്ടും കത്ത് കൈമാറിയത്. കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ. അപ്പോൾ നമ്മൾ 22-ാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു. ED ഓഫീസേഴ്സ് നല്ല രീതിയിൽ പ്രതികരിച്ച് അവർ നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ, അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ED ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 11-ാം തീയതി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതുവരെ അറസ്റ്റ് പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ട്. കേസിൽ നേരത്തെ പിടിയിലായ 3 പ്രതികളുടെ മൊഴികളും ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ചേർത്ത് ED ഉദ്യോഗസ്ഥന്റെ ജാമ്യ ഹർജി എതിർക്കാനാണ് വിജിലൻസ് തീരുമാനം. 24 കൊച്ചി.